നമസ്കാരം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രവചനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും തരംഗമാവുകയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ എണ്ണവില ബാരലിന് $300 കടക്കുമെന്നായിരുന്നു 2011 ട്രംപ് കുറിച്ചത്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില $119 പിന്നിട്ടതോടെയാണ് ട്രംപിന്റെ ഈ പഴയ ട്വീറ്റ് ചർച്ചയാകുന്നത്. 2011 നവംബർ 29 ട്രംപ് കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇറാൻ ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും. ഇതോടെ ഇന്ധനവില ബാരലിന് $300 കടക്കും. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയതോടെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ലോകത്തിലെ ആകെ എണ്ണ നീക്കത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാത തടസ്സപ്പെട്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഹോർമുസിലെ ഇന്ധന നീക്കം പ്രതിസന്ധിയിലായതോടെ UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് ഈ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും മൈൻ ആക്രമണങ്ങളും ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. യുദ്ധം തുടങ്ങിയതോടെ യൂറോപ്പിലെ വാതക വിലയിൽ 60% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിദിനം 18 മില്യൺ ബാരൽ എണ്ണ കടന്നുപോയിരുന്ന ഹോർമുസ് പാതയിലൂടെ ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എണ്ണ എത്തുന്നുള്ളൂ. സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന കയറ്റുമതി പാതയാണിത്. സൗത്ത് പാർട്സിലെ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഖത്തറിലെ റാസ് ലഫാൻ ഇറാൻ ആക്രമിച്ചതും ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കി. അതേസമയം നിലവിലെ പ്രതിസന്ധിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാട്. അവർ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് ലോകം മുഴുവൻ വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തലുണ്ടായാൽ മാത്രമേ സമാധാനപരമായ ചർച്ചകൾക്ക് സാധ്യതയുള്ളൂവെന്ന് ജർമ്മനിയും നെതർലൻഡ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം നീണ്ടുപോയാൽ ട്രംപ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ എണ്ണവില $300 എത്തുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഇത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെച്ചേക്കാം. അതേസമയം അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും മുൻനിർത്തി രാജ്യത്തെ ഇന്ധന വിപണിയിലും പുതിയ മാറ്റങ്ങൾ പ്രകടമാകുന്നുണ്ട്. രാജ്യത്തെ പ്രീമിയം പെട്രോൾ വിലയിൽ ലിറ്ററിന് 2.35 രൂപ വരെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിവിധ നഗരങ്ങളിൽ ഈ വില വ്യത്യാസം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എന്നാൽ സാധാരണക്കാരായ ഭൂരിഭാഗം വരുന്ന വാഹന ഉപഭോക്താക്കളെയും പൊതുഗതാഗത സംവിധാനങ്ങളെയും ആശ്വസിപ്പിച്ചുകൊണ്ട് സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ നിലവിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എണ്ണ കമ്പനികൾ കൈക്കൊണ്ട ഈ തീരുമാനം ഹൈ പെർഫോമൻസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെയാണ് പ്രധാനമായും ബാധിക്കുക. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധഭീതിയും ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളും ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പ്രീമിയം ഇന്ധനങ്ങളുടെ വില നിർണ്ണയത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക ഇളവുകളും വിപണിയിലെ മത്സര സാഹചര്യങ്ങളും ഈ വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പ്രീമിയം ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും ചെലവ് കൂടുതലായതും ഈ വർധനവിന് ആക്കം കൂട്ടി. സാധാരണ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാത്തത് വിപണിയിൽ വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്ന ചരക്ക് നീക്കത്തെയും പൊതുഗതാഗതത്തെയും ഈ മാറ്റം പെട്ടെന്ന് ബാധിക്കില്ല. എങ്കിലും പ്രീമിയം സെഗ്മെന്റിൽ ഉണ്ടായ ഈ വർധനവ് വരും ദിവസങ്ങളിൽ സാധാരണ ഇന്ധന വിലയിലേക്ക് പടരുമോ എന്ന ആശങ്ക ഉപഭോക്താക്കൾക്കിടയിലുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണാതീതമായി ഉയർന്നാൽ സാധാരണ പെട്രോൾ വിലയിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉയർന്ന പെർഫോമൻസ് ആഗ്രഹിക്കുന്ന സ്പോർട്സ് ബൈക്കുകളും ലക്ഷറി കാറുകളും ഉപയോഗിക്കുന്നവർക്ക് നിലവിലുള്ള വിലവർധനവ് തിരിച്ചടിയാണ്. ലിറ്ററിന് 2.35 രൂപ എന്നത് ഒരു വലിയ തുകയാണെന്നും ദീർഘദൂര യാത്രകൾ നടത്തുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്നും ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രീമിയം ഇന്ധനങ്ങൾക്ക് ഉയർന്ന നികുതി കൂടി നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ പുതിയ വർധനവ് സാധാരണക്കാരന്റെ കീശയെ പരോക്ഷമായെങ്കിലും ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ, പ്രീമിയം പെട്രോൾ ഉപയോഗിക്കുന്ന ചെറിയൊരു ശതമാനം ആളുകളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ വിലവർധനവെങ്കിലും ആഗോള ഇന്ധന വിപണിയിലെ അനിശ്ചിതത്വം വരും നാളുകളിൽ ഇന്ത്യൻ വിപണിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.